ഇത് എൻ്റെ അനിയത്തി ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ആളുടെ പേര് പറഞ്ഞു കൊടുക്കും. സുമിത്ര എന്നാണ് പേര്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ്. അവളത്ര ശല്യമൊന്നും അല്ലായിരുന്നു പഠിക്കുന്ന സമയത്തൊന്നും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വന്ന് ശല്യപ്പെടുത്തും. പിന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലത്തെ ഒരാളായിരുന്നു. എനിക്ക് ഒരു സപ്പോർട്ടായിരുന്നു ഭദ്ര. ചേച്ചി എപ്പോഴും പഠിക്കും. ഫസ്റ്റ് സാലറി കിട്ടുമ്പോ എന്ത് മേടിച്ചു തരണം? എന്തെങ്കിലും മതി. എനിക്ക് കിട്ടിയാ മതി. സന്തോഷമുണ്ടോ ജോലി കിട്ടിയപ്പോ ചേച്ചിക്ക്? പറ. എനിക്കത്ര എക്സ്പ്രഷൻ ഒന്നും ഇല്ലായിരുന്നു. പറഞ്ഞോ? ഉമ്മതാ നേരെ ഉമ്മതാ ഭദ്ര. ഫസ്റ്റ് അതിന് ഒരാഴ്ച മുന്നേ ആയിരുന്നു RRB POന്റെ മെയിൻ റിസൾട്ട് വന്നത്. അപ്പോഴിങ്ങനെ ഈ ഒരു ചെറിയ ഡിഫറൻസിൽ പോയതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര സങ്കടമായി, ഒരു വല്ലാത്ത സങ്കടമായി. അയ്യോ, ആ ഒരു ചെറിയ ഡിഫറൻസിനാണല്ലോ പോയെന്നൊരു സങ്കടമായി. അപ്പോൾ ആ ഒരു ഇതിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ SBIയുടെ ആ ഒരു PDF വന്നപ്പോൾ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ RRB PO ഇങ്ങനെ പോയപ്പോൾ എനിക്കൊരു പേടി വന്നു, ഇത് കിട്ടുമോ എന്നുള്ള. അപ്പോൾ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് എൻ്റെ റോൾ നമ്പർ ഞാൻ ആ PDF അടിച്ചു കൊടുത്തത്. അപ്പൊ ആ റോൾ നമ്പർ കൊടുത്തപ്പോഴത്തേക്കും എന്റെ റോൾ നമ്പർ പെട്ടെന്ന് കണ്ടു. അപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നി. അപ്പൊ ഞാനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് പോയി അമ്മയുടെ അടുത്ത് പറഞ്ഞു, പിന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെയായിരുന്നു. അപ്പൊ എന്നോട് വന്നിട്ട് ആദ്യം പറഞ്ഞു, അമ്മ എനിക്കൊരു കൺഗ്രാറ്റ്സ് പറയണം എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്താണെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താണെന്ന് ഞാൻ ഇങ്ങനെ നിന്നു. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു, അമ്മ എനിക്ക് SBI കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അതിനാണ് കൺഗ്രാറ്റ്സ് ചോദിച്ചതെന്ന് പറഞ്ഞു. പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. കുറച്ച് സമയം എടുത്തു അതൊന്ന് ഉൾക്കൊള്ളാനായിട്ട്. പിന്നെ മോൾക്ക് ഉറപ്പുണ്ടായിരുന്നു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷയിലായിരുന്നു. ഹായ് ഓൾ, വെൽക്കം ടു വെരാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. 2026 റീസെന്റ് ആയിട്ട് കുറെ ബാങ്കിന്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലെ IBPS ക്ലർക്കും SBI ക്ലർക്കും ഒരുമിച്ച് ക്ലിയർ ചെയ്ത സുവിധയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് പഠന വിശേഷങ്ങളും സ്റ്റഡി സ്ട്രാറ്റജി ആയിട്ട് സുവിധയുടെ ഒപ്പം ചെയ്യാം. ഞാൻ 2024 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഡിഗ്രി എടുത്തത് BSc മാത്സ് ആയിരുന്നു. എനിക്ക് മാത്സ് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്സ് എനിക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡൊക്കെ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മാത്സ് ഓക്കെ ആയിരുന്നു. പലർക്കും പ്രശ്നം വരുന്നത് മാത്സിലാണ്, ക്വാണ്ടിലാണ്. ആ ഒരു സൈഡ് എനിക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്നിരുന്നാലും പ്രിലിംസിന് സ്പീഡ് മാറ്റേഴ്സ് ആയതുകൊണ്ട് അത് കൂട്ടാനായിട്ട് മോക്ക് അറ്റൻഡ് ചെയ്യുന്നതും, പിന്നെ ബേസിക് ബാച്ചിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിപ്പിക്കുമായിരുന്നു, സ്ക്വയേഴ്സ് എഴുതിപ്പിക്കുമായിരുന്നു. അതിലൊക്കെ നമുക്ക് സ്പീഡ് കുറച്ച് ഇമ്പ്രൂവ് ആയി. അതാണ് ഏറ്റവും ഒരു ബേസിക് ഇതായിട്ട് കിട്ടിയത്. ആ ഒരു സ്ക്വയർ ടേബിൾ എഴുതുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത്. അതിലൂടെ സ്പീഡ് പ്രിലിംസിന് ഇമ്പ്രൂവ് ആയി. പിന്നെ പറയുമ്പോൾ റീസണിങ് യൂട്യൂബ് ക്ലാസ്സസ് കണ്ടു. പിന്നെ ബേസിക് ബാച്ച് സമയത്ത് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. ഡയറക്ഷൻ, അങ്ങനെ കുറച്ച് ക്ലാസ്സസ് റീസണിങ്ങിന് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ റീസണിങ് ഓക്കെ ആയി. പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എനിക്ക് അങ്ങനെ വായിക്കാനായിട്ട് സമയം കിട്ടാറില്ലായിരുന്നു. ഞാൻ അങ്ങനെ വായിക്കത്തില്ലായിരുന്നു. എന്നിരുന്നാലും ട്രൈ ചെയ്യുമായിരുന്നു പറ്റുന്ന സമയത്തൊക്കെ വായിക്കാൻ. പിന്നെ ഇംഗ്ലീഷ് ഇതായതെന്ന് പറയുമ്പോഴത്തേക്കും യൂട്യൂബിലൊക്കെ ഉള്ള ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ മോക്ക് എടുക്കുന്നതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സർക്കിൾ ഉണ്ടായിരുന്നു. ഓരോ സർക്കിളായിട്ട് തിരിച്ചായിരുന്നു നമുക്ക് ബേസിക് ബാച്ചിൽ ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ദിവസം സർക്കിളിൽ മെറ്റീരിയൽസ് ചെയ്യിക്കും. ആ മെറ്റീരിയൽസിലൂടെയാണ് ഇംഗ്ലീഷ് കുറച്ചും കൂടെ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലായേ. അങ്ങനെ അത് 3 സബ്ജക്ട്. പിന്നെ മെയിൻസിന് വരുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഓരോ ക്ലാസ്സസ് കണ്ടും അപ്പോഴാണൊന്ന് ന്യൂസ് പേപ്പർ കുറച്ചൊക്കെ വായിക്കാൻ തുടങ്ങി. അതിൽ കറണ്ട് അഫയേഴ്സും കുറച്ചാക്കി ഓക്കെ ആക്കി എടുത്തു. ഞാൻ എല്ലാ എക്സാംസും എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്നിലും മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല. SSC, PSC, ബാങ്ക് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അതില് ബാങ്ക് പ്രിലിംസ് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് മെയിൻസിനൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത്. അതിൽ പ്രിലിംസ് ആദ്യം കിട്ടിയത് SBI ക്ലർക്ക് പ്രിലിംസ് ആയിരുന്നു. 2025 SBI ക്ലർക്ക് പ്രിലിംസ് ആണ് ആദ്യം കിട്ടിയത്. അങ്ങനെ മെയിൻസ് എഴുതി. പക്ഷെ ആ മെയിൻസ് ഒരു 5 മാർക്കിന് ഡിഫറൻസിൽ പോയി.
അത് കഴിഞ്ഞിട്ട് പ്രിലിംസ് RRB PO പ്രിലിംസ്, പിന്നെ പ്രിലിംസ് കുറെ കിട്ടാൻ തുടങ്ങി. ഇൻഷുറൻസ് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു, അതിന്റെ പ്രിലിംസ് കിട്ടാൻ തുടങ്ങി. പിന്നെ മെയിൻസിന് പോയി, മെയിൻസ് ബാംഗ്ലൂർ പോയി എഴുതിയിട്ടുണ്ട്, എറണാകുളത്ത് പോയി എഴുതിയിട്ടുണ്ട്, അങ്ങനെ മെയിൻസ് ഒക്കെ എഴുതാൻ തുടങ്ങി. പിന്നെ അവസാനം മെയിൻസ് കിട്ടിയത് ഇപ്പോൾ SBI ക്ലർക്ക് 2026 SBI ക്ലർക്ക് മെയിൻസ് കിട്ടി, IBPS ക്ലർക്ക് മെയിൻസ് കിട്ടി. പിന്നെ RRB PO മെയിൻസ് കിട്ടി. ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിന് ഒരു മാർജിൻ ഡിഫറൻസിന് ഇന്റർവ്യൂവിന് പാസ്സായില്ല, അപ്പോൾ അത് RRB PO കിട്ടാതെ വന്നു. ഇത്രയാണ് ഇപ്പോൾ അച്ചീവ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് അതിന് ഒരാഴ്ച മുന്നേ ആയിരുന്നു RRB POന്റെ മെയിൻ റിസൾട്ട് വന്നത്. അപ്പോഴിങ്ങനെ ഈ ഒരു ചെറിയ ഡിഫറൻസിൽ പോയതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര സങ്കടമായി, ഒരു വല്ലാത്ത സങ്കടമായി. അയ്യോ, ആ ഒരു ചെറിയ ഡിഫറൻസിനാണല്ലോ പോയെന്നൊരു സങ്കടമായി. അപ്പൊ ആ ഒരു ഇതിൽ ഇരിക്കുമായിരുന്നു. അപ്പൊ SBIയുടെ ആ ഒരു PDF വന്നപ്പോ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഈ RRB PO ഇങ്ങനെ പോയപ്പോ എനിക്കൊരു പേടി വന്നു, ഇത് കിട്ടുമോ എന്നുള്ള. അപ്പോൾ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് എന്റെ റോൾ നമ്പർ ഞാൻ ആ PDF-ൽ അടിച്ചു കൊടുത്തത്. അപ്പൊ ആ റോൾ നമ്പർ കൊടുത്തപ്പോഴത്തേക്കും എന്റെ റോൾ നമ്പർ പെട്ടെന്ന് കണ്ടു. അപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നി. അപ്പൊ ഞാനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് പോയി അമ്മയുടെ അടുത്ത് പറഞ്ഞു, പിന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെയായിരുന്നു. ഞാനും മോളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ സമയം ഞാൻ റൂമിലായിരുന്നു. അപ്പോൾ എന്നോട് വന്നിട്ട് ആദ്യം പറഞ്ഞു, അമ്മ എനിക്കൊരു കൺഗ്രാറ്റ്സ് പറയണം എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്താണെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല, എന്താണെന്ന് ഞാൻ ഇങ്ങനെ നിന്നു. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു, അമ്മ എനിക്ക് SBI കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എനിക്കത് അതിനാണ് കൺഗ്രാറ്റ്സ് ചോദിച്ചതെന്ന് പറഞ്ഞു. പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. കുറച്ച് സമയം എടുത്തു അതൊന്ന് ഉൾക്കൊള്ളാനായിട്ട്. പിന്നെ മോൾക്ക് ഉറപ്പുണ്ടായിരുന്നു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷയിലായിരുന്നു. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. റേസ് തന്നെയായിരുന്നു മോളുടെ പഠിത്തത്തിൻ്റെ പ്രധാന കേന്ദ്രം. വീട്ടിൽ വന്ന് അധികം പഠിക്കുന്നതൊക്കെ കുറവാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയും റേസിൽ തന്നെയാണ് ഉള്ളത്. അവിടെ ലാബ് ഉണ്ടെന്ന് പറയും, കമ്പൈൻ സ്റ്റഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഓരോ ദിവസത്തതും വന്ന് എന്നോട് എല്ലാം സംസാരിക്കുമായിരുന്നു, പ്രിപ്പയർ ചെയ്തതിനെ പറ്റി പറയുമായിരുന്നു, ഏതിലാണ് വീക്കെന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി വെക്കണം, കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് പറയുമായിരുന്നു. പിന്നെ അവിടെയുള്ള ഓരോരുത്തരുടെയും ഹെൽപ്പ് ചെയ്യുന്നതും മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പും എല്ലാം വന്ന് അന്നെന്നുള്ളതെല്ലാം വന്ന് പറയുമായിരുന്നു. ആദ്യം ഞാനാണ് ഈ റേസിൽ കൊണ്ട് ആക്കാമെന്ന് പറഞ്ഞ് ആദ്യം തീരുമാനം എടുത്തത്. അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടുമെന്ന് നല്ല ഉറപ്പായിരുന്നു. പിന്നെ ഈ RRB PO കിട്ടാതിരുന്നപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം അപ്പോഴേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അമിതമായി ദുഃഖിക്കരുത്, അമിതമായി സന്തോഷിക്കരുത്, ഈ ഒരു വാക്കാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ SBI ക്ലർക്ക് കിട്ടിയപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇതേ വാക്ക് തന്നെ പറഞ്ഞത്. എനിക്ക് നല്ല സന്തോഷമായി. പക്ഷേ എനിക്ക് നല്ല ഉറപ്പായിരുന്നു അവൾക്ക് എന്താ ഈ ഒരു വർഷത്തിനകത്ത് എന്തായാലും അവൾക്ക് ഒരു ജോലി കിട്ടുമായിരുന്നു. 2026 ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെയായിരുന്നു അവളെ സ്റ്റഡി. അവൾ നല്ല രീതിയിൽ ആദ്യമേ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവൾക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ മറ്റൊരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് നന്നായിട്ട് പഠിത്തം എന്നുള്ള ഒരു ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു കിട്ടും. അതൊന്നും പറയത്തില്ല, ബാങ്കല്ല എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ UPSC, സ്റ്റാഫ് സെലക്ഷൻ, UPSC അങ്ങനത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇതാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും അവളുടെ അടുത്ത് പറയാറുള്ളത്. അവൾക്ക് പിന്നെ ബാങ്കാണ് ഇഷ്ടം. പിന്നെ അത് എന്താണോ ചോയ്സ്, നല്ലത് ഏതാണോ അത് നടക്കട്ടെ. എല്ലാവർക്കും ഉറപ്പായിരുന്നു. സുവിധയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഈ കുറഞ്ഞ പ്രായത്തിൽ ഇത്രയും പെട്ടെന്ന് കിട്ടും എന്നുള്ള ഒരു ഇതിൽ എല്ലാവർക്കും വലിയ അത്ഭുതമാണ്. പിന്നെ എന്ത് വിശേഷം വന്നിരുന്നാലും ഞാൻ റേസിലാണ് എപ്പോഴും, അങ്ങനെയുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. എന്ത് ഇതിനും മോളെപ്പോഴും ക്ലാസ്സിലാണ്, പഠിത്തമാണ് എന്നൊക്കെ ഒന്നും എല്ലാം ഒഴിവാക്കുമായിരുന്നു. പിന്നെ ഇത് കിട്ടിയപ്പോൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു, കസിൻസ്, മോളുടെ അച്ഛൻ്റെ സിസ്റ്ററും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇവിടെ നിന്ന് ഇത് പറഞ്ഞ പോലെ രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് റേസിൽ പോയി. ഫ്രണ്ട്സ് ഒരു ടീം ഉണ്ടായിരുന്നു, നമ്മളൊരു കമ്പൈൻ സ്റ്റഡി ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ ആദ്യമേ റേസിൽ പോയി ലാബിൽ കയറി പഠിക്കും. ലാബിൽ കയറി മോക്കൊക്കെ എടുക്കും. മോക്ക് എടുത്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനെ സെക്ഷണൽ മോക്കും അല്ലാത്ത മോക്കൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യും.
പിന്നെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് നമ്മളൊരു ചായയൊക്കെ കുടിക്കാൻ പോയി അങ്ങനെയൊക്കെ വരും. ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കുമായിരുന്നു, നമ്മൾ ഫുൾ ടൈം പഠിക്കാതെ കുറച്ചൊരു ബ്രേക്ക് എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യും മോക്ക് എടുക്കുന്നതും അതുപോലെ യൂട്യൂബ് ക്ലാസ്സസ് കാണുന്നതും വീഡിയോസ് കാണുന്നതും പിന്നെ അനലൈസ് ചെയ്യുന്നതും. മോക്ക് അനലൈസ് ചെയ്യുന്നതായിരുന്നു പ്രൈമറി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അനലൈസ് ചെയ്ത് എവിടെ തെറ്റുന്നു, പിന്നെ സ്പീഡ് കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം, ക്വാണ്ടിലും റീസണിങ്ങിലും സ്പീഡ് കൂട്ടാനായിട്ട് ഇനി എന്ത് ഞാൻ ചെയ്യണം എന്നൊക്കെ നോക്കുമായിരുന്നു. സ്പീഡ് കൂട്ടാനായിട്ട് കണക്കൊക്കെ ചെയ്യുമായിരുന്നു, സ്പീഡ് മാത്സ് ഒക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 8 മണി വരെ, 8 മണി 8:30 ആകുമ്പോഴത്തേക്കും റേസിൽ നിന്ന് ഇറങ്ങും, രാത്രിയാകുമ്പോൾ ഇറങ്ങും, വീട്ടിൽ വരും. ഞാനിങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് PG പോയി പഠിക്കണം എന്നുള്ള ഒരു ഇതില്ലായിരുന്നു, ജോലി വാങ്ങണം എന്നുള്ള ഒരു തീരുമാനം എടുത്തായിരുന്നു. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത്, അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തു, അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മകൾ അവിടെ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ കൊള്ളാം, റേസ് കൊള്ളാം എന്നുള്ള രീതിയിലാണ് റേസിൽ പോയി ജോയിൻ ചെയ്തത്. അതിനിടയ്ക്ക് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീക്കെൻഡ് ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു റേസിൽ. അപ്പോൾ അതിലും എനിക്ക് നല്ല യൂസ്ഫുൾ ആയി, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു റേസ്. അതിലാണ് ഞാൻ പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ PGക്ക് പോവാതെ റേസിലോട്ട് വന്നത്, റേസിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അത് തെറ്റിയിട്ടില്ല എന്ന് പിന്നെ റേസ് ജോയിൻ ചെയ്തപ്പോൾ മനസ്സിലായി. ബേസിക് ബാച്ചിൽ കയറിയപ്പോൾ തന്നെ ബേസിക് ബാച്ചിൽ മെന്റേഴ്സും അതുപോലെ ക്ലാസ്സസും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ സർക്കിള് യൂസ്ഫുൾ ആയിരുന്നു. സർക്കിളായിരുന്നു ഏറ്റവും യൂസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഇത് സർക്കിളാണ്. സർക്കിളിൽ നമുക്ക് തലേ ദിവസം പഠിപ്പിച്ച മെറ്റീരിയൽ, ആ ഒരു പോർഷന്റെ മെറ്റീരിയൽ തരും, അത് പ്രാക്ടീസ് ചെയ്യും. ആ ഒരു പ്രാക്ടീസിലൂടെയാണ് ഇംഗ്ലീഷ്, ക്വാണ്ട്, റീസണിങ് അതൊക്കെ ഇംപ്രൂവ് ആക്കി. അതുപോലെ അത് കഴിഞ്ഞ് വേറെ ബാച്ചസ് ഉണ്ടായിരുന്നു. ബേസിക് കഴിഞ്ഞ് പിന്നെ എക്സ്ട്രീം ബാച്ച്, ബൂസ്റ്റർ ബാച്ച്, അങ്ങനെ പല ബാച്ചസിലൂടെയാണ് ആ ലെവൽ കൂടി വന്നത്. അപ്പൊ ആ ഒരു ബാച്ചസിലോട്ട് പോയപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ആക്കാൻ തുടങ്ങി. കറണ്ട് അഫയേഴ്സ് ഡെയിലി ഇത്ര കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്ന് മെന്റർ പറയും, അത് നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. ആ ഒരു ക്ലാസ് കഴിയുമ്പോൾ മെന്റർ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വിടുള്ളൂ. അപ്പൊ അതിലൊക്കെ കറണ്ട് അഫയേഴ്സ് കുറെ പഠിക്കാൻ പറ്റി. ബേസിക് ബാച്ചിലെ മെന്റർ വിജിത് സാർ ആയിരുന്നു. വിജിത് സാറ് ത്രൂ ഔട്ട് ദ ജേർണി കൂടെ ഉണ്ടായിരുന്നെന്ന് വേണം പറയാൻ. ഒരു മോറൽ സപ്പോർട്ടിനായിരുന്നാലും പഠിക്കുന്ന കാര്യത്തിലായിരുന്നാലും സാറ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക് ബാച്ചിൽ നമുക്ക് കുറെ കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. ഇപ്പോൾ സ്പീഡ് കൂട്ടാൻ ക്വാണ്ടിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, അതുപോലെ സ്ക്വയേഴ്സ് ഇതുപോലെ സാറ് ഡെയിലി എഴുതിപ്പിക്കും. നമ്മള് സാറ് വരുന്നതിന് മുന്നേ സ്ക്വയറും പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും എത്ര വലിയവരായിരുന്നാലും അത് എഴുതിയിരിക്കണം എന്നുള്ള പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നമുക്ക് ചേഞ്ചസ് മനസ്സിലായി. ഓക്കെ, ഇത് എഴുതാൻ പറഞ്ഞത് പെട്ടെന്ന് സ്പീഡ് കൂടാനാണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ അങ്ങനെ വിജിത് സാർ അങ്ങനെയൊക്കെ കുറെ റുട്ടീൻ നമുക്ക് തന്നു. അതുപോലെ എക്സ്ട്രീമും ബൂസ്റ്ററും ഒക്കെ വിജിത് സാർ തന്നെയായിരുന്നു മെന്റർ. അപ്പൊ അതിൽ വന്നപ്പോഴും വിജിത് സാർ ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് ഇത്ര പഠിച്ചുകൊണ്ട് വരണം, ഒരു PDF തരും, അതിൽ ഇത്ര പഠിച്ചുകൊണ്ട് വരണം എന്ന് പറയും. അപ്പൊ അതിലൂടെ നമുക്കൊരു ഹാബിറ്റ് ആണ് ഉണ്ടായത്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഡെയിലി നോക്കി പോകണം, എങ്കിലേ നമുക്ക് യൂസ്ഫുൾ ആവുള്ളൂ, ഈ ടേബിളൊക്കെ ഇങ്ങനെ എഴുതണം എന്നുള്ളൊരു ഹാബിറ്റ് സാറാണ് അത് ഹെൽപ്പ് ചെയ്തത്, അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതുപോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓരോ പ്രിലിംസും പോകുമ്പോഴും ഇതുപോലെ ചെറിയ ഡിഫറൻസിന് പോകുമ്പോഴും സാറിനെ വിളിക്കും. അപ്പൊ സാറ് പറയും അതൊന്നും കുഴപ്പമില്ല, ഇനി ഉടനെ കിട്ടും, കരയണമെങ്കിൽ കരഞ്ഞു എന്ന് പറഞ്ഞ് തന്നെ സാറ് സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു സാറിന്. ഈ ത്രൂ ഔട്ട് ദ ജേർണി ഉണ്ടായിരുന്നു. SBI ക്ലർക്ക് കിട്ടിയപ്പോഴും സാറിനെ വിളിച്ച് പറഞ്ഞു, സാറിന് ഭയങ്കര സന്തോഷമായി. ഒരുപാട് ഫെയിൽ ആയിട്ടുണ്ട് പ്രിലിംസ്, ഞാൻ കുറെ ഫെയിൽ ആയിട്ടുണ്ട്. അത് എണ്ണി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ആദ്യം കിട്ടിയത് SBI ക്ലർക്കാണ്, SBI ക്ലർക്ക് പ്രിലിംസ് 2025. അതുവരെ ഒരുപാട് പ്രിലിംസ് 1 മാർക്കിന് പോയിട്ടുണ്ട്, 0.5 പോയിട്ടുണ്ട്, 2 മാർക്കിന് പോയിട്ടുണ്ട്, അങ്ങനെ പ്രിലിംസ് ഒരുപാട് പോയിട്ടുണ്ട്. ഓരോ സമയവും ഇങ്ങനെ പ്രിലിംസ് കിട്ടാതാവുമ്പം നോക്കും എവിടെയാണ് പോയത്. ഈ സെക്ഷണൽ മാർക്ക് കാണുമല്ലോ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സെക്ഷൻ എവിടെയാണ് ഇതായെന്ന്. അപ്പൊ ക്വാണ്ടില് ഞാൻ ഓക്കെ ആയിരുന്നു, ക്വാണ്ട് എനിക്ക് സ്ട്രോങ് ആയിരുന്നു, അതിലൊരിക്കലും ഞാൻ താഴ്ന്നു പോകാറില്ല. റീസണിങ് ഇംഗ്ലീഷ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാഫ് മാറി നിൽക്കുമ്പോൾ അതിൽ പിന്നെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. റീസണിങ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കുറച്ച് സ്ട്രോങ് ആക്കാൻ തുടങ്ങി. അങ്ങനെ റീസണിങ് ഒക്കെ കൂട്ടി. അങ്ങനെ ഓരോ പ്രിലിംസ് പോകുമ്പോഴും നോക്കും എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്ട്രോങ് കുറച്ചൊക്കെ ഓക്കെ ആയിരുന്നു. ഗ്രാമർ ഒക്കെ പഠിച്ചത് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ക്ലാസ് കണ്ടും പിന്നെ സാറ് കുറെയൊക്കെ ഈ സർക്കിളിന്റെ സമയത്തൊക്കെ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ഓരോ ഗ്രാമറിന്റെ ഇതൊക്കെ പറഞ്ഞു തന്നുമാണ് പഠിച്ചത്. അങ്ങനെ ഇമ്പ്രൂവ് ആക്കിയതാണ്. ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഓക്കെ, അത് കഴിഞ്ഞ് മോക്ക് എടുക്കുമ്പോഴാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഇംഗ്ലീഷ് ഓക്കെ ആക്കിയത്. അച്ഛനും അമ്മയ്ക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തായാലും ഉടനെ കിട്ടും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഞാൻ എന്ത് പ്രോഗ്രാം വന്നാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂർ പോകണം അങ്ങനെയൊക്കെ വരുമ്പോഴും ഞാൻ ഇങ്ങനെ പറയൂ ഈ എക്സാം ഉണ്ട്, ആ എക്സാം ഉണ്ട്. ഇപ്പൊ റിലേറ്റീവ്സ് ആയിരുന്നാലും ഇപ്പൊ അച്ഛന്റെ സിസ്റ്റർ അപ്പച്ചി ആയിരുന്നാലും പറയും അവക്ക് എക്സാം കാണും, അതുകൊണ്ട് അവൾ എന്തായാലും വരത്തില്ല എന്നുള്ളൊരിത് കാണും. അപ്പൊ അങ്ങനെയൊക്കെ ഇതാവുമ്പോ ഞാൻ വിചാരിക്കും
എല്ലാ എക്സാമിനും പോകുന്നുണ്ട്, ഒന്നും കിട്ടാതാകുമ്പോൾ എന്ത് വിചാരിക്കുന്നു ചില പോയിന്റ് തോന്നാറുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ വർക്ക് ചെയ്യും. ഓക്കെ, അച്ഛനും അമ്മയ്ക്കും ഒരു വിശ്വാസം ഉണ്ടല്ലോ, അവര് ഈ റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ പറയും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അവരെന്തെങ്കിലും ചോദിച്ചാൽ ഇവർ പറഞ്ഞോളൂ എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു ബലം എന്ന് പറയുന്നത്. ഓഫ്ലൈൻ ബ്രാഞ്ച് അതെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ക്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ എടുക്കുമ്പോൾ വീട്ടിൽ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ വരും, ഒരുപാട് സ്ഥലത്ത് പോയേണ്ടി വരും. അതുപോലെ ഈ ഒരു റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകണം, ടൂർ പോകണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഓഫ്ലൈൻ ബാച്ച് ആവുമ്പോൾ നമുക്ക് ക്ലാസ്സസ് കാണും, അത് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡൻസ് ഇപ്പോൾ സാറായിരുന്നാലും അറ്റൻഡൻസ് ഒക്കെ സാറ് ഫസ്റ്റ് ബേസിക് ബാച്ചിലൊക്കെ കൃത്യമായിട്ട് നോക്കുമായിരുന്നു, വിജിത് സാർ ആയിരുന്നാലും. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കും. പിന്നെ ഒരു ഫ്രണ്ട് സർക്കിൾ കിട്ടും. അപ്പൊ ആ ഒരു ഫ്രണ്ട് സർക്കിൾ കിട്ടുമ്പോൾ നമുക്ക് പോകാൻ തോന്നും, അവര് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ തോന്നും അയ്യോ അവര് പഠിക്കുന്നുണ്ട്. നമുക്ക് അതിനിടയിൽ തന്നെ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ വരും. ഇതായിട്ടല്ല, ഒരു നല്ലൊരു കോമ്പറ്റീഷൻ വരും. അവര് പോയി പഠിക്കുന്നുണ്ട്, അവരൊക്കെ വിളിക്കും, വീട്ടിൽ ഇരുന്നോ പഠിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും പോണം, പോയി പഠിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് പഠിക്കും. മറ്റേ ഓൺലൈൻ ബാച്ച് ആകുമ്പോൾ അത്രയും ഒരു സ്ട്രോങ് ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ ഓഫ്ലൈൻ ആകുമ്പോൾ പോയി പഠിക്കുമ്പോൾ ഒരു ഇത് കിട്ടും. മെയിൻസിന് വേണ്ടി SBI ക്ലർക്ക്, ഈ പറഞ്ഞ 2025 കിട്ടിയ SBI ക്ലർക്ക് പ്രിലിംസ് കിട്ടിയപ്പോഴാണ് മെയിൻസ് കുറച്ചും കൂടെ പഠിക്കണമെന്ന് തോന്നിയത്. പക്ഷെ ആ ഒരു സമയം എനിക്ക് കുറവായിരുന്നു ആ ഒരു മെയിൻസിൻ്റെ അത് പഠിക്കാനായിട്ട്. പക്ഷെ ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് പഠിക്കാൻ. അപ്പോഴെനിക്ക് കുറേ കറണ്ട് അഫയേഴ്സ് ബാലൻസ് ഉണ്ടായിരുന്നു, ഞാൻ പഠിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ ആ ഒരു മെയിൻസ് പോയപ്പോൾ എനിക്ക് മനസ്സിലായി കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും ഇങ്ങനെ പഠിച്ചാൽ പോരാന്നുള്ളത് മനസ്സിലായി. അപ്പൊ അതില് അടുത്തൊരു മെയിൻസ് വരുമ്പോ പഠിച്ചു തുടങ്ങിയ, പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ട് പഠിച്ചു തുടങ്ങിയ പോരാന്ന് അപ്പൊ മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പ്രിലിംസിന്റെ കൂടെ തന്നെ മെയിൻസിനും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അത് ആ ഒരു മെയിൻസിന്റെ റിസൾട്ട് വന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു SBI ക്ലർക്കിന്റെ റിസൾട്ട് വന്ന് അടുത്ത മാസം തൊട്ട് നമ്മളൊക്കെ ഈ കറണ്ട് അഫയേഴ്സും പഠിക്കാൻ തുടങ്ങി. കുറേയൊക്കെ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ട് ഒരു ഡെയിലി ഇത്ര കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചിരിക്കും. അപ്പൊ അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷും ഈ പറഞ്ഞ കണക്ക് ക്വാണ്ട് സ്ട്രോങ് ആയിരുന്നോണ്ട് ഇംഗ്ലീഷ് എനിക്ക് ഓക്കെ ആയിരുന്നു, ബാലൻസ് ചെയ്ത് പോയി. പക്ഷെ കറണ്ട് അഫയേഴ്സ് അപ്പോഴും ആവശ്യമായിരുന്നു. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ ഡേ 1 തൊട്ട് തന്നെ പഠിക്കാൻ തുടങ്ങി. ഇത്രയും തന്നെ ഒരു ഡേ ഇത്രയും നോക്കും എന്നുള്ളൊരിത് വെക്കാൻ തുടങ്ങി. ആ ഒരു മെയിൻസ് പോയപ്പോൾ അത് മനസ്സിലായി. അതിനും ഈ പറഞ്ഞ എക്സ്ട്രീം ബാച്ചും ബൂസ്റ്ററും ഒക്കെ ആയപ്പോഴാണ് സാറ് പറഞ്ഞത് ഇങ്ങനെ പഠിച്ചാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. റേസിന്റെ ഒരു സ്റ്റാർ ഒരിതെന്ന് പറയുന്ന ലാബാണ്, ലൈബ്രറിയാണ്. ഈ ലൈബ്രറിയിലൊക്കെ ഞാൻ അത്ര സമയം സ്പെൻഡ് ചെയ്യാറില്ല, പക്ഷെ പോവാറുണ്ട്, പഠിക്കാറുണ്ട്. ലാബിലായിരുന്നു ഞാൻ രാവിലെ പോയെന്ന് തൊട്ട് വൈകിട്ട് വരെ ലാബിലായിരുന്നു. ഈ ബാച്ചസ് കഴിഞ്ഞിട്ട് ബാച്ചിന്റെ ഇടയിൽ നമുക്ക് ഈ ബാച്ച് തന്നെ ലാബ് ഫെസിലിറ്റി തരുമായിരുന്നു, വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം തരുമായിരുന്നു. അതല്ലാതെ ബാച്ച് കഴിഞ്ഞിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ലാബിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. അപ്പൊ ലാബ് എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അവിടുത്തെ ലാബ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആ ലാബിൽ ഇരുന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും, ഒരു ചിട്ട കിട്ടും. അവിടെ ഇരുന്ന് പഠിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഇത് കിട്ടും. എല്ലാവരും പഠിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഒരു വലിയ ലാബാണല്ലോ, അപ്പോൾ എല്ലാവരും പഠിക്കുന്ന കാണുമ്പോൾ ഒരു ചിട്ട കിട്ടും. അതുപോലെ ലൈബ്രറിയും അങ്ങനെ തന്നെ. ലൈബ്രറി ഇരുന്ന് പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവര് രാവിലെ ലൈബ്രറി പോവും, പഠിക്കും, വൈകിട്ട് ഇറങ്ങും. ആ ഒരു ഇതുണ്ട്. അവിടെ ആയിരുന്നാലും ഒരു നമുക്കൊരു ഹാബിറ്റ്, ആ ഒരു ഇത് കിട്ടും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒരു സ്റ്റാർ, വരാന്ത റേസിന്റെ സ്റ്റാറെ ആ ഒരു ലാബ് ലൈബ്രറിയാണ്. ഒരു ഫാമിലിയാണ് അവിടെ റേസിൽ. നമുക്ക് എവിടെ പോയിരുന്നാലും പരിചയമുള്ളവർ കാണും. ആ റേസിൽ എവിടെ പോയിരുന്നാലും അങ്ങനെ ഇന്ന ബാച്ചിലുള്ളവരേ ഉള്ളൂ, അല്ലെങ്കിൽ അടുത്ത ബാച്ച് അങ്ങനെയൊന്നുമില്ല. ചായ കുടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ കാണും ആ റേസിലുള്ളത്. ഓക്കെ, ആ ഒരു പരിചയം എല്ലാവർക്കും കാണും. അതിന് മെന്റേഴ്സ് ആയിരുന്നാലും അങ്ങനെ തന്നെ, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ട് നമുക്കൊരു പരിചയം കാണും. അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നവരായിരുന്നാലും മെന്റേഴ്സ് ആയിരുന്നാലും എല്ലാവരുമായിട്ട് നമുക്കൊരു ഫാമിലി പോലെ. ഇത് റേസിലുള്ളവരാണ്, ഒരു ഹായ് ബായ് ഒക്കെ അങ്ങനെ ഉള്ളവർ പോലും ഉണ്ട് അവിടെ റേസിൽ. ഒരു ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലേ, എല്ലാവരും ഫ്രണ്ട്സ് ആണ്, ഒരു ഫാമിലി ആയിട്ട് ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് താൻ പാതി ദൈവം പാതി എന്നാണ്. ഞാൻ എപ്പോഴും പറയും, നിന്റെ ഭാഗം എന്താണോ നീ അത് ക്ലിയർ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, അതിൻ്റെ ഫലം നിനക്ക് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ ഹാർഡ് വർക്കിംഗ് ആണ് കുട്ടി, ആദ്യമേ നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ട് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ആളാണെന്നറിയാം. പിന്നെ ഇത് കൂടെയുള്ള ആർക്കൊക്കെ കിട്ടുമ്പോഴത്തേക്കും ചെറിയ വിഷമമുണ്ട്. അപ്പം ഞാൻ പറയായിരുന്നു, ഏജ് കുറവാണ്, ഇനിയും നിനക്ക് സമയം നിൻ്റെ മുമ്പിലുണ്ട്, അപ്പോൾ അത് ട്രൈ ചെയ്യാൻ ഉറപ്പായിട്ടും കിട്ടും, ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നീ അതിൽ ഒരിക്കലും വിഷമിക്കേണ്ട, തളർന്നു പോകരുത് എന്ന് പറയുമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഉറപ്പുണ്ട്, ഞങ്ങളൊരു വിശ്വാസം കൊടുക്കാറുണ്ട്. അച്ഛനായിരുന്നാലും ഞാനായിരുന്നാലും ഞങ്ങൾ ഫാമിലി എല്ലാവരും മുകളിൽ ഒരു വിശ്വസിക്കുമായിരുന്നു. പഠിക്കുന്നുണ്ട്, ഹാർഡ് വർക്കിംഗ് ഉണ്ട്. ആ ഒരു ഹാർഡ് വർക്കിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത്, മോളോടുകൂടി ആയിരുന്നാലും എപ്പോഴും പറയുന്നത്, പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയായിരുന്നാലും ഒരു ജോലി എന്നുള്ളതാണ് പ്രധാനം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമേ ഫാമിലി വേറെ അടുത്ത ഒരു സ്റ്റേജിലോട്ട് ചിന്തിക്കാവൂ.
അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അതിന് ഒരു ഏജോ അതൊന്നും ബാധകമല്ല. നമുക്ക് വേണ്ടത് ഒരു ജോലിയാണ്. അപ്പോൾ അത് നേടുക എന്നുള്ളത് തന്നെയാണ്. അത് മോളോടായിരുന്നാലും മോളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരുന്നാലും ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം. എപ്പോഴും സ്ട്രെസ്സായിട്ടിരിക്കരുത്, എൻജോയ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഹാർഡ് വർക്ക് ചെയ്യണം. അതിൻ്റെ ഫലം എപ്പോഴായിരുന്നാലും കിട്ടും എന്നെപ്പോഴും പറയാറുണ്ട്. ജോലി തന്നെയാണ് പ്രധാനം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം എന്നെപ്പോഴും പറയാറുണ്ട്. നമ്മളെ പ്ലാനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ ഒരു പ്ലാനേ ആ ഒരു ഇതുണ്ടായിരിക്കുമല്ലോ, അത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരു എക്സാം ഒക്കെ കിട്ടാതാകുമ്പോഴത്തേക്ക് ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും, അയ്യോ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു സമയം ആരെടുത്തെങ്കിലും ഷെയർ ചെയ്യുക, ഒരു ഇതൊക്കെ സിറ്റുവേഷനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടുമല്ലോ. അമ്മയുടെ അടുത്തായിരുന്നാലും ഫാമിലി ആയിരുന്നാലും ഫ്രണ്ട്സ് ആയിരുന്നാലും ഒരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുന്നേറി വരണം. അല്ലാതെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്താൽ അത് ബ്രേക്കായി പോകും. പക്ഷെ അത് നമ്മൾ ആ ഒരു സെൽഫ് ഡൗട്ട് മാറ്റി നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ നോക്കണം. അപ്പൊ എന്നാലേ വിജയം ഉണ്ടാവുള്ളൂ. എനിക്ക് കുറേ സെൽഫ് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പ്രിലിംസ് കിട്ടാതാകുമ്പോൾ മെയിൻസ് ഇങ്ങനെ പോകുമ്പോൾ ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അയ്യോ ഇനി എപ്പോൾ പറ്റുമായിരിക്കും, ഇനി എത്ര വർഷം ഞാൻ പഠിക്കേണ്ടി വരും എന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതുപോലെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ ഓക്കെ, പിന്നെ എന്നെ കൊണ്ട് പറ്റും, ഞാൻ വീണ്ടും തുടങ്ങണം, ഒരു റീസ്റ്റാർട്ട് ചെയ്യണം, എന്നെ ആദ്യം തൊട്ടേ തുടങ്ങണം എന്നുള്ളൊരു ഇതുണ്ടാവും. പ്രിലിംസ് തൊട്ടേ തുടങ്ങണം, മെയിൻസ് എഴുതണം, അങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. ആ ഒരു സെൽഫ് ഡൗട്ട് മാറ്റി അത് കണ്ടിന്യൂ ചെയ്താൽ എന്തായാലും ജോലി കിട്ടും. അത് ഉടനെ കിട്ടും. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഒരു 1, 2, 3 വർഷങ്ങൾ കാത്തിരുന്നാലും നല്ലൊരു ജോലി കിട്ടുന്നത് അത് കളയാൻ പാടില്ല. അത് നല്ല രീതിയിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ല ഇത്തിരി ഭേദപ്പെട്ട രീതിയിൽ പഠിക്കുന്ന ശരാശരി പിള്ളേർക്ക് പോലും കിട്ടാവുന്ന ഒരു ജോലികളാണ് ഇപ്പോഴുള്ള ഈ കേന്ദ്ര ഗവൺമെൻറ് ആയാലും PSC ആയാലും ബാങ്കിങ് ടെസ്റ്റ് ആയാലും ഏതായാലും. ഇപ്പോൾ ഒരു 3-4 വർഷങ്ങൾ വരെ കാത്തിരുന്ന് നന്നായിട്ട് പഠിച്ചാലും കിട്ടും. ഇപ്പോൾ ഇവള് ഏകദേശം ഒരു ശരാശരി ഒരു 8ാം ക്ലാസ് വരെയൊക്കെ ഒരു ശരാശരി പെൺകുട്ടിയായിരുന്നു. പിന്നെ ഈ 8ാം ക്ലാസ് തൊട്ട് 8, 10 അങ്ങനെ +2 കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഇതേപോലത്തെ ഈ സെൻറ്ററുകളിൽ വിട്ട് ഇത്തിരി അടിസ്ഥാനമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ വളർന്നു വന്നാണ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഈ ഒരു ടെസ്റ്റുകൾ എഴുതി കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഒരു 1.5-2 വർഷത്തിനകത്ത് ഇത് കിട്ടിയത്. അതേപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ വരാത്ത കുട്ടികൾക്ക് ഒരു 2, 3, 4 വർഷം വരെ കാത്തിരുന്നാലും നല്ല രീതിയിൽ മുന്നോട്ട് പോയി നമുക്ക് ടെസ്റ്റുകൾ പബ്ലിക് സെക്ടറിലുള്ള ടെസ്റ്റുകൾ എടുത്ത് നല്ല ജോലിക്ക് കയറാം. ഒരു നമ്മളെ ലൈഫ് സെക്യൂർഡ് ആവുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് മറ്റു കുട്ടികളടുത്ത് പറയാനുള്ള ഒരു. എന്തായിരുന്നാലും ഞാൻ പഠിക്കുന്ന നിർത്തത്തില്ല. ഞാൻ പഠിക്കും എന്തായാലും. ഈ ഒരു ജോലിക്ക് കയറിയിട്ടും ഞാൻ വീണ്ടും പഠിക്കും. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതും. അതുപോലെ വേറെയും SSCയും ബാക്കി എല്ലാ ടെസ്റ്റും ഞാൻ എഴുതും. അതുപോലെ എനിക്ക് ഈ ഒരു ഇതിൽ തന്നെ നിൽക്കണമെന്നില്ല, ഹയർ പോസ്റ്റിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. സോ എൻ്റെ പഠിത്തം ഞാൻ ഇവിടെ നിർത്തത്തില്ല. അത് തന്നെയാണ് പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ഇതിൽ കിട്ടി അവിടെ തന്നെ നിൽക്കാൻ പാടില്ല. നമ്മൾ ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഇനിയും പഠിക്കും. വേറെ ടെസ്റ്റ് ഒക്കെ എഴുതും. വേറെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ PO, SBI PO, RRB PO, അതുപോലെ ഈ ഒരു ബാങ്കിങ് സെക്ടറിലാണെങ്കിൽ അതെല്ലാ ടെസ്റ്റും ഞാൻ എഴുതും. ഇതുപോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് പോലെ എനിക്ക് പറ്റിയില്ലെങ്കിലും ആ വർക്ക് ലൈഫിന്റെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ കൂടെ ഞാൻ കൊണ്ടുപോയി ബാക്കി ടെസ്റ്റും എല്ലാം എഴുതും. SSC ആയിരുന്നാലും എല്ലാ ടെസ്റ്റും ഞാൻ എഴുതും. എന്നിട്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. ഇത് എൻ്റെ അനിയത്തി ഇപ്പോൾ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ആളുടെ പേര് പറഞ്ഞു കൊടുക്കും. സുമിത്ര എന്നാണ് പേര്. 2nd സ്റ്റാൻഡേർഡിലാണ്. നമ്മൾ തമ്മിൽ ഒരു 15 ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവളത്ര ശല്യമൊന്നും ഇല്ലായിരുന്നു പഠിക്കുന്ന സമയത്തൊന്നും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വന്ന് ശല്യപ്പെടുത്തും. പിന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലത്തെ ഒരാളായിരുന്നു എനിക്ക്. ഒരു സപ്പോർട്ടായിരുന്നു ഭദ്ര. ചേച്ചി എപ്പോഴും പഠിക്കും. ഈ ഒരു 1.5 ഇയേഴ്സിന്റെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് കുറെ ഉണ്ടായിരുന്നു. അപ്സ് ആൻഡ് ഡൗൺസ് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇപ്പോഴത്തെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ കണക്ക് റിസൾട്ട് വരുന്നതിന്റെയും ജോയിനിങ് ലെറ്റർ ഇപ്പൊ കിട്ടി. അപ്പൊ ജോയിനിങ്ങിന്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു നല്ല ടൈമാണ്. നമുക്ക് എല്ലാ ടെൻഷനും കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്രീ ആയി ആ ഒരു 1.5 വർഷത്തിന്റെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി ഒരു വല്ലാത്തൊരു റിയൽ ഹാപ്പിനെസ്സിലാണ് ഇപ്പൊ ഞാൻ. അതുപോലെ തന്നെ വീട്ടിലും എല്ലാവരും ഹാപ്പിയാണ്. ആ ഒരു 1.5 വർഷം ഞാൻ ഇവരെയും കുറെയൊക്കെ ഇങ്ങനെ ടെൻഷനിലാക്കിയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ അമ്മയൊക്കെ ഞാൻ കുറെ ടെൻഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ മാറി. അതാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഹാപ്പിനെസ് ഉണ്ട്.
താങ്ക് യു.